നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യദു ഇന്ന് വന്നാൽ നാളെ ഞാൻ ജോലി കൊടുക്കും. KSRTCയിൽ നിന്ന് 715 രൂപയല്ലേ നക്കാപ്പിച്ചയായി കിട്ടിയിരുന്നത്. ഞാൻ ഇരട്ടി വേതനം കൊടുക്കും. കമ്മിക്കൂട്ടങ്ങളുടെ വായിലെ പിരിവെട്ടിച്ച് റോബിൻ ബസുടമ രംഗത്ത്. യദുവിനെ സഖാക്കൾ വളഞ്ഞിട്ട് വേട്ടയാടുമ്പോൾ ചേർത്ത് പിടിച്ച് ഫൈറ്റ് ചെയ്യാൻ റോബിനും കൂട്ടിനെത്തുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുന്ന ഭരണവർഗത്തിലെ കൂട്ടങ്ങളോട് പോരാടാൻ ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. റോബിൻ ബസ് ഭരണകൂടത്തോടും CPM-നോടും യുദ്ധം ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യദു വിഷയം വൻ ചർച്ചയായി മാറുമ്പോൾ റോബിൻ ബസ് സംഘവും കളത്തിൽ. യദു, നീ എന്തിന് പേടിക്കണം? ആരെ പേടിക്കണം? ഈ നാട്ടിൽ വേറെ ജോലി കിട്ടില്ലേ? നിനക്ക് ഞാൻ ജോലി നൽകുമെന്ന് ആവർത്തിക്കുന്നു റോബിൻ ഗിരീഷ്. ഇവന്റെ ഒന്നും മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യമില്ല. പണിയെടുത്ത് ജീവിക്കുന്നവരെ ഈ വർഗത്തിന് ഇഷ്ടമല്ല. വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നവനോട് ഇവർക്ക് പണ്ടേ ഈ ചൊരുക്കുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ എന്ത് പണിയാണ് ഇവനൊക്കെ ചെയ്യുന്നത്? മേയറും ഭർത്താവും അധികാരത്തിന്റെ ഗർവ് കാണിക്കുകയാണ് ചെയ്തത്. അതും ഒരു സാധാരണക്കാരനോട് ഈ ഊച്ചാളിത്തരം കാണിക്കാൻ നാണമാകുന്നില്ലേ? മേയറെ അശ്ലീല ആംഗ്യം കാണിച്ചു, ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നൊക്കെയാണല്ലോ സൈബർ കൂട്ടം വന്നു നിന്ന് മോങ്ങുന്നത്. ഈ വിവരം കെട്ടവന്മാർ എന്റെ ഭാര്യയോട് കാണിച്ചതെന്താണ്? വലിയ വർത്താനം പറയാൻ നിൽക്കരുതിവന്മാർ. റോബിൻ ഗിരീഷ് കത്തിക്കയറുകയാണ്. മലയാളി വാർത്തയോട് അദ്ദേഹം ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറയുകയാണ്. അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ CPM എന്നൊരു പ്രസ്ഥാനത്തിനെതിരെ ഒന്നുമല്ല ഞാൻ ആക്കിയത്. എനിക്ക് രാഷ്ട്രീയക്കാരിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് ഇതിൽ കാണിച്ചത്. ഞാൻ യദുവിന്റെ വിഷയത്തില്, യദു ഇന്ന് ഈ നേരം വരെ എന്റെ മുന്നിൽ എനിക്ക് മനസ്സിലായതും യദു അതിലൊരു തെറ്റ് ചെയ്തിട്ടില്ല. അവനൊരു വലിയ വണ്ടി ഓടിച്ചൊരു ഡ്രൈവർ, മറ്റേയാള് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവര് മേയർ, പിന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു ചെറുവണ്ടി ഓടിച്ചോണ്ടിരുന്നു, ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്നു. ഞാൻ ഒത്തിരി വലിയ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. എനിക്ക് ഇതുപോലെ തന്നെ ആക്സിഡന്റ് വന്ന് ഇങ്ങനെ പറ്റിയത് കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുക. എനിക്കറിയാം, ഈ പറഞ്ഞ വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത്രമാത്രം കാല് പിടിച്ച് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു കമ്പനിയിലും ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഇനി ഒന്നുമല്ല, ഇനി അവൻ അവിടുന്ന്, എനിക്ക് അവിടേക്കുള്ള സർവീസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ സർവീസിൽ വന്ന ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവന് ജോലി കൊടുത്തിരിക്കും. അത് അവൻ ചെയ്യുന്ന ഇപ്പം KSRTC കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റാണ്. 715 രൂപയാണ് തനിക്ക് KSRTCയിൽ നിന്ന് കിട്ടുന്നതെന്ന് യദു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന് ഈക്വലൻ ടു 1500 കൊടുത്തേക്കാൻ നേരെ ഇരട്ടി. എനിക്കും ഭയങ്കര ലാഭമാണ്. ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്നും ഒത്തിരി കുറവ് വരും. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ഇപ്പം യദുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ എന്താണ് താങ്കളെ പ്രേരിപ്പിച്ച ഒരു ഘടകം? എന്താണ്? ഞാൻ യദുവായിട്ട്, അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളൊന്നും അല്ല എന്റെ മുന്നിൽ. ഒരു അർഹതയില്ലാത്തവൻ സ്ഥാനത്ത് കയറി ഇരിക്കുമ്പോൾ, നയിക്കുന്ന സ്ഥാനത്ത് കയറി ഇരുന്നാൽ ഉള്ള ഗതികേട് പൊതുജനം അറിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മോട്ടോർ വാഹന വകുപ്പിന്റെ തലപ്പത്ത് അർഹതയില്ലാത്തവൻ ഇരുന്നപ്പോഴായിരുന്നു ഞാനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായത്. ഞാനതെങ്ങനെ നേരിട്ടു എന്ന് എനിക്കറിയാം. ഇപ്പം ഈ പറഞ്ഞ യദു എന്ന് പറഞ്ഞ KSRTC ഡ്രൈവർക്ക് പരിമിതികളുണ്ട്. അവൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് ഈ പറഞ്ഞ മേയറോടും MLA-യോടും ഒക്കെയാണ്. അവനെ ഏത് രീതിയിൽ തകർക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം. അവന്റെ ജോലി കളയും. അവന്റെ ജോലി കളഞ്ഞ പോട്ടെ പുല്ല് എന്ന് പറഞ്ഞിട്ട് വരാനുള്ള ധൈര്യം കൊടുത്തതാണ് എന്റെ വണ്ടിയിൽ ഞാൻ ഡ്യൂട്ടി കൊടുത്തോളാന്ന് പറഞ്ഞു. അത് കൊടുത്തിരിക്കും, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ മേയറായിട്ടിരിക്കുന്ന ആളിന് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള അർഹതയുണ്ടോ? ഇല്ലെങ്കിൽ MLA സച്ചിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ സ്ഥാനത്ത് ഇരുന്നിട്ട് ഈ ജാതി പ്രവൃത്തി ചെയ്യാൻ യോഗ്യതയാണോ അവനുള്ളത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഒരു കണ്ണാടിക്ക് മുന്നേ പോയി നിന്നിട്ട് ഈ മാന്യദേഹങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും. നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി രാജു സാർ എന്തായിരുന്നു ചെയ്തിരുന്നെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകള് തലപ്പത്തിരിക്കുന്നതാണ്
നമ്മുടെ നാടിന്റെ ശാപം. അത് CPM എന്നൊരു പാർട്ടിക്കെതിരെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയക്കാർക്ക് ആർക്കും അനുകൂലമല്ല, ഞാൻ ആർക്കും എതിരുമല്ല. എനിക്ക് അവരുമായിട്ട് നോക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഒരിക്കലും നല്ലത് എനിക്ക് കിട്ടിയിട്ടുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്. ഇപ്പം അതായത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പൊതുജനങ്ങൾ പോലും പറയുന്നത് മേയറും MLA യും ചേർന്ന് ഗുണ്ടായിസമാണ് കാണിക്കുന്നത്, അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് യദുവിനൊപ്പം തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ ഇത് സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമുള്ള ഒരു എതിർപ്പ് കൂടിയല്ലേ? റോബിന്റെ വിഷയത്തിലും ജനങ്ങൾ എല്ലാവരും സർക്കാരിനെതിരെ എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭരിക്കുന്നിടത്ത് ഇരിക്കുന്നത് അർഹതയുള്ളവനല്ല ഭരിക്കുന്നിടത്ത് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ഈ വിഷയം ഒരു ഒരു മേയറെ സംബന്ധിച്ച് മേയർക്ക് ഇങ്ങനൊരു സംഭവം, മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായി. അവരുടെ കയ്യിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ അവർക്ക് വിളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞാൽ ആ വണ്ടി ഡിപ്പോയിൽ ചെല്ലുമ്പോൾ വണ്ടി പിടിക്കും, അവരെ അറസ്റ്റ് ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതിൽ യാത്ര ചെയ്ത 15 യാത്രക്കാർ എന്ത് തെറ്റ് ചെയ്തു? വേണം നിങ്ങളൊന്ന് പറയൂ. അതിൽ യാത്ര ചെയ്ത യാത്രക്കാര് എന്ത് തെറ്റ് ചെയ്തു? അവരെ വഴിയിലിറക്കി വിടുന്നു. വണ്ടി ആക്സിഡന്റ് ആയിട്ട് അവിടെ ആരെങ്കിലും മരിച്ചോ? ആരുടെയും ദേഹത്ത് തൊട്ട് ഒരു ചോര പൊടിഞ്ഞോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടി ആ ബസ് അവിടെ ഇട്ടോണ്ട് ഈ കോലങ്കെട്ടെല്ലാം കെട്ടി? നമ്മുടെ വ്യവസ്ഥിതി അത്ര മോശമാണ്. കാരണം അത് ഡിപ്പോയിലേക്ക് പോകാനും ഇരിക്കുന്ന യാത്രക്കാരെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വരാനോ എന്തെല്ലാം നിയമങ്ങളുണ്ട് ഉള്ള നാടാണെന്നറിയോ? പക്ഷെ അതൊന്നും പാലിക്കപ്പെടുകയില്ല. ഇന്നത്തിൽ മേയർ പറയുന്ന ഒരു കാര്യം അശ്ലീല ആംഗ്യം കാണിച്ചു. അതായത് കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന ആര്യയെയും ആര്യയുടെ സഹോദരന്റെ ഭാര്യയെയും അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ്. അത് പോസിബിൾ ആണോ? അങ്ങനെ ഞാൻ അതിലൊരു കാര്യം ചോദിക്കണം. നമ്മളെല്ലാരും ഈ നാട്ടിലും ഈ മലയാളികളല്ലേ, ചോറ് ഉണ്ണുന്ന ആൾക്കാരല്ലേ, നമുക്ക് അറിയാമല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കുക, ഞാന് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു എനിക്കെതിരെ. പത്തനംതിട്ട RT ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കൊടുത്തതാണ്. ഞാൻ അത്രമാത്രം മണ്ടനായിരുന്നാണോ അവർ ചിന്തിച്ചത്? കാരണം അങ്ങനെ ചെയ്തെങ്കിലും അവർക്കൊരു മറു സൈഡിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അശ്ലീല ചൊവ്വയോടെ സ്ത്രീയോട് സംസാരിച്ചു അല്ലെങ്കിൽ അശ്ലീല ചൊവ്വയോടെ ആംഗ്യം കാണിച്ചു എന്ന് പറയുമ്പം നിയമത്തിൽ തെറ്റാണ്. അങ്ങനെ വന്നു, അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ കേസെടുക്കുകയാണ് എന്ന് പോലീസ് പറയുമ്പോ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ പോലീസുകാർ പിറ്റേ ദിവസം നേരത്തോട് നേരം കഴിഞ്ഞപ്പോഴല്ലേ ഇറക്കി വിട്ടെ. ആ പോലീസുകാർ പറയുമ്പോ ഇവനെ പോലെ ഒരു സാധാരണ ഒരു വണ്ടി ഡ്രൈവറെ സംബന്ധിച്ച് അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി അവൻ പണിയെടുക്കുന്നവനാ. അവനെ സംബന്ധിച്ച് അവൻ പേടിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കോംപ്രമൈസിലേക്ക് കൊണ്ടുവരും. ഇത് ഇവരുടെ സ്ഥിരം തത്വമാണ്. എന്നോടും ഇതേ തത്വം പ്രയോഗിച്ചു നോക്കി. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന് കണ്ടത് വളരെ തുച്ഛമ, വെറും എന്റെ കയ്യിലെ രോമത്തിന്റെ വില ഞാൻ കൊടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഗുണം. ഞാൻ ഇവനെ അത്രേ ഞാൻ കണ്ടുള്ളൂ. കാരണം ഇത്രയും മോശമായിട്ട് പറഞ്ഞ്, ഇത്രയും കള്ളത്തരം മുഖത്തോട് മുഖം നോക്കി പറഞ്ഞ് നേരാക്കാൻ പറ്റിയ ആൾക്കാർ ഈ കേരളത്തിൽ വേറെ ആരും ഇല്ല, രാഷ്ട്രീയക്കാരെ പോലെ. ഞാൻ പറഞ്ഞല്ലോ, യദുവിനെ സംബന്ധിച്ച് പേടിപ്പിച്ചാൽ യദു പേടിക്കും. യദുവിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവനോട് പോട്ടെ, നീ അങ്ങോട്ട് ചെയ്യാൻ പറയും. കാരണം ഇത് കണ്ടു എടുത്തു എന്നൊക്കെ പറയുന്ന രംഗങ്ങളെ നമ്മളും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇല്ലെങ്കിൽ അതിന് ഒരു മോക്ട്രീറ്റ് പോലെ നമ്മളത് നടത്തി നോക്കിയാൽ അറിയാം. ഇത് കണ്ടെന്ന് പറയുന്നു, അശ്ലീല ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചു. ഇതൊക്കെ ആംഗ്യം കാണിച്ചു എന്ന് പറയുമ്പോഴേ അത് മനസ്സിലാകാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനും അതുപോലെ നടന്നവർക്കല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഓക്കെ. ഇപ്പൊ ഇത് മാത്രമല്ല, ഈ ബസ്സിലെ ദൃശ്യങ്ങളായിരുന്നു ഏറ്റവും നിർണായകം. ഇപ്പൊ ആ മെമ്മറി കാർഡ് കാണാനില്ല, അത് യദു മാറ്റിയതാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. യദു അത് മാറ്റിയതാകാന്ന് പറഞ്ഞാൽ, ഞാനിപ്പം പറഞ്ഞിരിക്കുന്നു, ഒരു ഡ്രൈവർക്ക് അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാന് യദു മാറ്റി നല്ല കേട്ടോ പറയുന്നത്. 100% ഭരിക്കുന്ന പാർട്ടിയുടെ യൂണിയന്റെ ആൾക്കാര് ഇവൻ ഓടിക്കുന്ന പ്രസ്ഥാനത്തിലുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർക്ക് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആൾക്കാരാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനു നമ്മൾ യദുവിനെ പറയുന്നു? നമ്മൾ യദുവിനെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല.
ഈ CCTV ദൃശ്യങ്ങളൊന്നും നോക്കണ്ടെന്നേ. നമുക്ക് യഥാർത്ഥ സംഭവം മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരു മെമ്മറി കാർഡും കിട്ടണ്ട ഇതിനകത്ത്. പിന്നെ യദുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇവര് ആര്യ രാജേന്ദ്രനാണ് മേയറാണ്, മറ്റേ പുള്ളി MLA ആണെന്ന് പറഞ്ഞത്. യദു അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, കൃത്യമായിട്ട് ശമ്പളം തന്നിട്ട് നിങ്ങൾ പറ. ഞാൻ ചോദിക്കട്ടെ, അത് അവനവിടെ ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ഇവരാരാ, നീ ആരാ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ടല്ലോ. നീ ആരാണ്, എനിക്കെന്താ? അത് കറക്റ്റാണ് അതിന്റെ മറുപടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ശമ്പളം എന്താന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടെ, ഇവൻ ML കയറാതെ ഇവന് നാട്ടിൽ വേറെ ഒരു വണ്ടിയിലും പണി കിട്ടുകയറേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, KSFT എന്ന് പറഞ്ഞൊരു കമ്പനി KSRTC തുടങ്ങിയെങ്കിൽ എന്റെ അറിവില് എനിക്ക് തന്നെ അറിയാം, ഒരു 10-20 ചെറുപ്പക്കാര് അവിടെ പോയി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് 30,000 രൂപ ശമ്പളവും കൊടുത്തിട്ട്, 30,000 രൂപ സെക്യൂരിറ്റിയും കെട്ടിവെച്ച് ജോലിക്ക് കയറി തട്ടാനും മുട്ടാനും ഉള്ളതൊക്കെ മുട്ടിച്ച് എല്ലാവരും നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് ഇപ്പൊ നാട്ടിൽ വന്ന് മറ്റു നല്ല വണ്ടികളിൽ പണിയെടുക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഞങ്ങളുടെ നാട്ടില്. അതുപോലെ യദുവിനും അടുത്ത വണ്ടി എവിടെയും ചാടുക, അടുത്ത പണിയും കയറുക, അത്ര തന്നെ. കിട്ടുന്ന പണിയൊന്നുമല്ലോ. യദുവിനെ പിന്തുണച്ചുകൊണ്ട് റോബിൻ ബസ് വന്നപ്പോഴത്തേക്ക് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഇത് വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നീക്കമാണെന്ന്. എന്താണ് അതിനോട് പറയാനുള്ളത്? സൈബർ സാർമാർക്ക് ഞാൻ പലരുടെയും കമന്റുകൾ കാണുന്നുണ്ട്. അതിലൊരുത്തൻ എഴുതിയിരുന്നത് എന്റെ ഭാര്യയുടെ കാറിന്റെ ഡ്രൈവറാക്കാനാ പറഞ്ഞത്. എന്റെ ഭാര്യക്ക് കാർ ഡ്രൈവറെ വെച്ച് പോകേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ഭാര്യക്ക് ഡ്രൈവിംഗ് അറിയാം. അവളുടെ വണ്ടി കൊണ്ട് നടക്കുന്നു. അവന്റെ ആയിരുന്നോ ഇതുവരെ അവർ ജോലി ചെയ്തിരുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതൊന്നും, ഞാൻ പറഞ്ഞല്ലോ, സൈബർ എന്ന് പറഞ്ഞാൽ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവന്മാരാണ് ഇതിലുള്ളത്. അതെന്തോ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പറ്റം പണ്ടന്മാര്. അവരുടെ പിടിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് അവരുടെ പിടിയിൽ അമർന്നതാണ്.